നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടന്ന ED. കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ഉടൻ ED സമൻസ് അയക്കും. ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടി. പിണറായി വിജയനും മകൾക്കുമെതിരെയുള്ള ED അന്വേഷണം കലാപമുണ്ടാക്കി അട്ടിമറിക്കാൻ നോക്കേണ്ടെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. പിണറായി വിജയനെ കുടുക്കാൻ CPM-ഉം DYFI-യും നടത്തിയ ആസൂത്രിത നാടകമാണിതെന്ന് EDക്ക് നേരെയുള്ള ആക്രമണമെന്ന് നടൻ ദേവൻ. തൃശൂർ അമല ആശുപത്രിയിലേക്ക് നഴ്സുമാരുടെ മാർച്ച്. ശമ്പള വർധന ആവശ്യപ്പെട്ട് UNA-യുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്ന നഴ്സുമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് മാർച്ച് നടത്തിയത്. ത്യാഗസ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരങ്ങൾ ഒത്തുചേർന്നു. തൃശൂർ അമല നഗറിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. വാർത്തകൾ വിശദമായി. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് 12 കേന്ദ്രങ്ങളിൽ നടത്തിയ വിപുലമായ റെയ്ഡിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുന്നു. കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ഉടൻ ED സമൻസ് അയക്കും. അതേസമയം ED ഉദ്യോഗസ്ഥർക്ക് നേരെ CPM പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ DGP-യെ വിളിച്ചുവരുത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളിൽ ED വിശദ പരിശോധന നടത്തുകയാണ്. വീണ വിജയന്റെ പക്കൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത ബാങ്ക് രേഖകളിൽ ഉൾപ്പെടെയാണ് പരിശോധന. CMRL-ന്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനാണ് ED നീക്കം. ഇതിന്റെ ഭാഗമായി കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ എല്ലാ പഴുതുകളും ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ ആകെ 242 ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചിട്ടുണ്ട്. മരവിപ്പിച്ച ഈ അക്കൗണ്ടുകളിലായി ആകെ 18.36 കോടി രൂപയാണ് നിലവിൽ നടപടി നേരിട്ടിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ഫിക്സഡ് ഡെപ്പോസിറ്റ് രേഖകളും ബാങ്ക് രേഖകളും പരിശോധിച്ച ശേഷം പണത്തിന്റെ ഉറവിടവും വിനിയോഗവും കണ്ടെത്താനാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിനിടയിൽ ഉദ്യോഗസ്ഥർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വീണ വിജയൻ നൽകിയ മറുപടികൾ തൃപ്തികരമല്ലെന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വരും ദിവസങ്ങളിൽ വീണയ്ക്ക് നോട്ടീസ് നൽകി കൊച്ചിയിലെ ED ആസ്ഥാനത്തേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുന്നത്. 130 കോടിയിലധികം രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ക്രമക്കേടാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന് പുറമെ മറ്റേതൊക്കെ സ്ഥാപനങ്ങളിലേക്ക് പണം പോയിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി CMRL ഉദ്യോഗസ്ഥരെയും വരും ദിവസങ്ങളിൽ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. ന്യൂസ് ഡെസ്ക് TCV. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട കേസ് രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചതല്ലെന്നും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആദായനികുതി വകുപ്പ് കണ്ടെത്തിയതാണെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യാതൊരു സേവനവും നൽകാതെയാണ് CMRL കമ്പനിയിൽ നിന്നും വീണ വിജയൻ 1.76 കോടി രൂപ കൈപ്പറ്റിയതെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. ഇതിനു പുറമെ കോടിക്കണക്കിന് രൂപ വീണ വിജയൻ സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ രേഖകളും EDക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കേസ് ശരിയായ രീതിയിൽ അന്വേഷിച്ച് തെളിയിക്കാൻ UDF-നും താൽപര്യമില്ല. നിലവിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ മാത്രമാണ് രേഖാമൂലമുള്ള തെളിവുകൾ പുറത്തുവന്നിട്ടുള്ളതെങ്കിലും അന്വേഷണം മുന്നോട്ടു പോകുമ്പോൾ ഇരു മുന്നണികൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ അക്രമം കൊണ്ട് അട്ടിമറിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും K. സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കോടിക്കണക്കിന് രൂപ പിണറായി വിജയന്റെ മകൾ ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ വിശദാംശങ്ങളടക്കം EDക്ക് കിട്ടിയിട്ടുണ്ട്. CMRL കമ്പനിയിൽ നിന്നും അനുബന്ധ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അതിനേക്കാൾ വലിയ വിവരങ്ങൾ ഈ അന്വേഷണ ഏജൻസി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബഹളം വെച്ച് DYFI-ക്കാരെ തെരുവിലിറക്കി പിണറായി വിജയൻ ആഹ്വാനം ചെയ്ത് ഒരു കലാപം സൃഷ്ടിച്ച് ഈ കേസ് അവസാനിപ്പിക്കാമെന്ന് ആരും കരുതുന്നത് ശരിയല്ല. ഇന്നലെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് കേരള പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കേരള പോലീസ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങളെ അറിയിക്കാതെ വന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇതങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. വീണ വിജയൻ താമസിക്കുന്നത് കൊണ്ട് പിണറായി വിജയന്റെ വീട്ടിലും മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും 12 സ്ഥലങ്ങളിലും ED പരിശോധന നടത്തുന്നു എന്നുള്ള കാര്യം പോലീസ് അറിഞ്ഞിട്ടും 7-8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ആ അക്രമ സംഭവങ്ങൾ അടിച്ചമർത്താൻ കർശനമായ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിനും പോലീസിനും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ച മനഃപൂർവ്വമാണെന്ന് ഞങ്ങൾ സംശയിക്കുക.
തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർക്ക് നേരെ CPM DYFI പ്രവർത്തകർ നടത്തിയ ആക്രമങ്ങൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടുതൽ അപകടത്തിലാക്കാനും പാർട്ടിയിൽ ഒറ്റപ്പെടുത്താനും വേണ്ടി സ്വന്തം പാർട്ടി തന്നെ ഒത്തുകളിച്ചുണ്ടാക്കിയ നാടകമാണെന്ന് BJP നേതാവും നടനുമായ ദേവൻ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ED ഉദ്യോഗസ്ഥരെ ശാരീരികമായി ആക്രമിച്ചത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. മലയാളികൾക്കാകെ അപമാനകരമായി ഈ സംഭവം മാറി. പിണറായി വിജയനെ ഏതുവിധേനയും പദവികളിൽ നിന്ന് മാറ്റാൻ വേണ്ടി സ്വന്തം പാർട്ടിയിലെ എതിരാളികൾ പ്രയോഗിച്ച സൂത്രമാണിതെന്നും ദേവൻ കൂട്ടിച്ചേർത്തു. നമ്മുടെ മുൻ മുഖ്യമന്ത്രി വലിയൊരു ഇഷ്യൂലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ അപകടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പാർട്ടിയും ഡിവൈഎഫ്ഐയും കൂടി ചേർന്ന് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ പാർട്ടിയിൽ തന്നെ പിണറായി വിജയൻ സാറിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ കമ്മിറ്റികളിലും അത് വളരെ പ്രകടമായി നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഒപ്പീനിയൻസ് തുറന്ന് പറയുന്നുണ്ട്. ഇതേവരെ നമ്മൾ കാണാത്ത ഒരു CPM-ന്റെ പ്രകടനങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് ഒരു ചീഫ് മിനിസ്റ്റർ, അത് പിണറായി വിജയനെ പോലെയുള്ള സർവശക്തനായ ഒരു മനുഷ്യനെതിരായിട്ട് അവരുടെ പാർട്ടിയിൽ തന്നെ ഒരുപാട് വിവിധ ഒപ്പോസിഷൻസ് ഉണ്ടാവുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആവരുത് എന്ന് പറയുക. അപ്പോൾ ഒരു സർവശക്തനായ ഒരു മനുഷ്യനെ അപ്പൊ ആ ഒരു ശക്തനായ ഒരു മനുഷ്യന്റെ ബലഹീനത കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഇത് CPM-ഉം DYFI-യും ഒത്തു കളിച്ചിട്ട് പിണറായി വിജയന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നാടകം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന CPM അക്രമത്തെ വിമർശിച്ച് കവി K. സച്ചിദാനന്ദൻ. EDയുടെ അന്വേഷണത്തെ അക്രമം കൊണ്ടോ പ്രതിഷേധം കൊണ്ടോ അല്ല നേരിടേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. സത്യത്തെ ഭയമുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് നേതാക്കളിൽ നിന്നുണ്ടായതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുപ്പ് തെറ്റിയെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു. കൂടുതൽ ഊർജ്ജസ്വലനായ ഒരാളെ കണ്ടെത്തേണ്ടിയിരുന്നു. മുഖ്യമന്ത്രിയായ ആൾ പ്രതിപക്ഷ നേതാവാകുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് ഭൂതകാലം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ഭാവിയുമുള്ള ആൾ പ്രതിപക്ഷ നേതാവാകുമെന്നാണ് കരുതിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശമ്പള വർധന ആവശ്യപ്പെട്ട് UNA-യുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്ന ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെയും അമല മെഡിക്കൽ കോളേജിലെയും നഴ്സുമാർ അമല ആശുപത്രിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. കഴിഞ്ഞ 63 ദിവസമായി ആശുപത്രി പടിക്കൽ സമരം നടത്തുന്ന നഴ്സുമാരുടെയും അവരുടെ കുടുംബങ്ങളോടും ചേർന്നാണ് അമല ആശുപത്രിയിലേക്ക് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം UNA സംസ്ഥാന സെക്രട്ടറി അജയ് വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ മോൻ സണ്ണി, UNA തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടിൻഡു തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം ലിജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. മതമേധദർശന്മാരുടെ കീഴിലുള്ള ആശയങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ഒരു സാഹചര്യം ശത്രുക്കളായി മാത്രം കാണുന്ന മാനേജ്മെന്റുകൾ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരങ്ങൾ ഒത്തുചേർന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ചാവക്കാട് മേഖലയിൽ പെരുന്നാൾ നിസ്കാരത്തിന് ഈദ്ഗാഹുകളിലും പള്ളികളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. മുതുവട്ടൂർ രാജാ ഹാളിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് സുലൈമാൻ അസ്ഹരി നേതൃത്വം വഹിച്ചു. എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ മുഹമ്മദ് ദാരിമി അരിമ്പ്ര, കിറമാൻകുന്ന് ജുമാ മസ്ജിദിൽ സാബിത്ത് സഖാഫി, പുതിയർ ജുമാ മസ്ജിദിൽ ഹസൻ ലത്തീഫി, പുന്ന ജുമാ മസ്ജിദിൽ നൌഷാദ് സഖാഫി, മണത്തല ജുമാ മസ്ജിദിൽ കമറുദ്ദീൻ ബാദുഷ തങ്ങൾ, ചാവക്കാട് ടൗൺ ജുമാ മസ്ജിദിൽ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഹൈത്തമി എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് ജലാലിയ മസ്ജിദിൽ നൌഷാദ് സുഹരി, ബ്ലാങ്ങാട് ജുമാ മസ്ജിദിൽ ഷിഹാബ് ബാഗവി ഖാങ്കുൽ, ബ്ലാങ്ങാട് കട്ടിൽ ജുമാ മസ്ജിദിൽ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അഞ്ചങ്ങാടി ജുമാ മസ്ജിദിൽ ഫാരിസ് മംനൂൻ ഫൈസി എന്നിവരും പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം വഹിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിലെ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ചേരമാൻ ജുമാ മസ്ജിദിൽ ഇമാം ഡോക്ടർ സലീം നദവി നിസ്കാരത്തിന് നേതൃത്വം നൽകി.
KB's കൺവെൻഷൻ സെന്ററിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിന് സജാദ് ഫാറൂഖി നേതൃത്വം നൽകി. വലിയ പെരുന്നാൾ ദിനത്തിൽ സൗഹൃദത്തിന്റെ ആശ്ലേഷവുമായി മന്ത്രി OJ ജനീഷ് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിലെത്തി. മഹൽ പ്രസിഡന്റ് NA റഫീഖ്, സെക്രട്ടറി ഇബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിൽ മന്ത്രിയെ സ്വീകരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, നേതാക്കളായ KP സുനിൽകുമാർ, KS കമറുദ്ദീൻ, സേവ്യർ പങ്കേത്ത തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. കൊപ്രകളം ജാമിയ ബുസ്താൻ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് സാബിർ മൗലവി നേതൃത്വം നൽകി. കാളമുറി മസ്ജിദുൽ മുബാറക്കിൽ ഇമാം MI അബ്ദുൽ ജലീലിന്റെ നേതൃത്വത്തിൽ നിസ്കാര ചടങ്ങുകൾ നടന്നു. പെരിങ്ങോട്ടുകര യാറത്തിങ്കൽ ജുമാ മസ്ജിദിലെ പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് ഷാക്കിർ മുഹമ്മദ് ഫൈസി നേതൃത്വം നൽകി. തുടർന്ന് മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധുര വിതരണവും നടത്തി. പഴുവിൽ വെസ്റ്റ് ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് മുഹമ്മദ് ഉനൈസ് ഫൈസി നേതൃത്വം നൽകി. മറ്റത്തൂരിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ നടന്ന പെരുന്നാൾ നമസ്കാര ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു. കോടാലി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് സൈദലവി ഫൈസി നേതൃത്വം നൽകി. പത്തുകുളങ്ങര ജുമാ മസ്ജിദിൽ ഷംസുദ്ദീൻ ദാരിമിയും വെള്ളിക്കുളങ്ങര മുഹിദ്ദീൻ ടൗൺ ജുമാ മസ്ജിദിൽ ഇമാം മുസ്തഫ ഫൈസിയും നിസ്കാരത്തിന് നേതൃത്വം നൽകി. ചേറ്റുവ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മഹൽ ഖത്തീബ് സലീം ഫൈസി അടിമാലി നേതൃത്വം നൽകി. മഹൽ പ്രസിഡന്റ് ഉബൈദുള്ള അലി മുസ്ലിയാർ, സെക്രട്ടറി NM അബ്ദുൽ ജലീൽ എന്നിവരും പെരുന്നാൾ സന്ദേശം നൽകി. വലിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി പഴുവിൽ വെസ്റ്റ് ജുമാ മസ്ജിദിൽ മതസൗഹാർദ്ദ സദസ്സ് സംഘടിപ്പിച്ചു. മഹൽ ഖത്തീബ് ഉനൈസ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ സലാം കക്കേരി അധ്യക്ഷത വഹിച്ചു. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, സെക്രട്ടറി MN സുബ്രഹ്മണ്യൻ, പഴുവിൽ ഫൊറോന പള്ളി കൈകാര്യന്മാരായ മാത്യു ഇരുമ്പൻ, TJ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. Discover la Brago there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. വാർത്തയിലേക്ക്. തൃശൂർ അമല നഗറിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. തിരുവനന്തപുരം നെടുമങ്ങാട് നിന്ന് ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ നിന്നാണ് അമല നഗറിൽ വെച്ച് തീയും പുകയും ഉയർന്നത്. ഉടൻ തന്നെ യാത്രക്കാരെ പുറത്തിറക്കി അഗ്നി നിയന്ത്രണ സംവിധാനം ഉപയോഗിച്ച് ഉടൻ തന്നെ തീ അണച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. ദേശീയപാത വാണിയമ്പാറയിൽ കാർ ബാരിക്കേഡിലിടിച്ച് അപകടം. ചാലക്കുടിയിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് ടൈൽ പണിക്ക് പോകുന്നവർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിർമ്മാണ പ്രവർത്തനത്തിന് വെച്ച് കോൺക്രീറ്റ് ബാരിക്കേഡിൽ ഇടിച്ചാണ് അപകടം. ദേശീയപാതയിൽ 2 വരി പാതയിൽ നിന്ന് 1 വരിയിലേക്ക് ചുരുങ്ങുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. കാറിന്റെ പുറകിൽ ലോറി ഇടിച്ച് കാർ അരികിലുള്ള കോൺക്രീറ്റ് പാളികളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കോൺക്രീറ്റ് നിർമ്മാണ സാമഗ്രികൾ എടുത്തുമാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ വർധന. നീണ്ട അവധി ലഭിച്ചിട്ടും നാട്ടിലെത്താനാവാതെ പ്രവാസി മലയാളികൾ. യുദ്ധപ്രതിസന്ധിയും വിമാന ഇന്ധന വിലക്കയറ്റവുമാണ് പ്രവാസികൾക്ക് തിരിച്ചടിയായത്. ടിക്കറ്റ് നിരക്കിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അടുത്ത മാസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് ഇനിയും കൂടുമെന്നാണ് സൂചന. ടിക്കറ്റ് നിരക്ക് വർധന മൂലം അത്യാവശ്യക്കാർ മാത്രമാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നതെന്നും ടിക്കറ്റ് ബുക്കിംഗിൽ വൻ കുറവുണ്ടായതായും ട്രാവൽ ഏജൻസികൾ പറയുന്നു. യാത്രക്കാരുടെ കുറവും ഇന്ധനവിലയും കണക്കിലെടുത്ത് എയർ ഇന്ത്യയും ഇൻഡിഗോയും സർവീസുകൾ വെട്ടിച്ചുരുക്കുകയാണ്. പ്രധാന വിമാന കമ്പനികളായ എയർ ഇന്ത്യയും ഇൻഡിഗോയും സർവീസുകൾ ചുരുക്കുന്നതോടെ ടിക്കറ്റ് നിരക്ക് ഇനിയും ഉയർന്നേക്കും.
UAEയിൽ നിന്നുമുള്ള വിമാന സർവീസുകളിലെ സീറ്റ് ക്ഷാമം സാധാരണക്കാരായ തൊഴിലാളികളെയാണ് കൂടുതലായും ബാധിക്കുന്നത്. കമ്പനികൾ നൽകുന്ന നിശ്ചിത യാത്രാ ആനുകൂല്യങ്ങൾ യാത്രാതുകയ്ക്ക് പര്യാപ്തമാവുന്നില്ല. ഉയർന്ന യാത്രാ നിരക്ക് മൂലം പലരും നാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കുകയാണ്. TCV ന്യൂസ്, തൃശൂർ. മതിലകം കഴുവിലങ്ങ് മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. ഇന്ന് പുലർച്ചെ ക്ഷേത്രം ജീവനക്കാർ നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിനകത്തും പുറത്തുമായുള്ള 7 ഭണ്ഡാരങ്ങളാണ് കവർന്നിട്ടുള്ളത്. ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയിൽ മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ലോകമലയാളികൾ ഒന്നടങ്കം കൈകോർത്ത് നിന്ന സഹായ പ്രവാഹത്തിനൊടുവിൽ സൗദി ജയിലിൽ നിന്നും മോചിതനായ കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം നാട്ടിൽ തിരിച്ചെത്തി. 20 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം രാവിലെ 7:35ഓടെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ റഹീം ഇറങ്ങിയത്. വിമാനത്താവളത്തിന് പുറത്തെത്തിയ റഹീമിന് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സൗദി സ്വദേശിയുടെ സുഖമില്ലാത്ത മകനെ പരിപാലിക്കാനായിരുന്നു റഹീമിന് ജോലി. 2006 ഡിസംബർ 26-ന് ഭിന്നശേഷിക്കാരനായ മകൻ മരിക്കാനിടയായ സംഭവത്തിലാണ് റഹീം ജയിലിൽ. മനഃപൂർവ്വമല്ലാത്ത കൈപ്പിഴയായിരുന്നു അപകട കാരണമെന്ന് വ്യക്തമായെങ്കിലും കോടതി വധശിക്ഷ വിധിച്ചു. മോചനദ്രവ്യം നൽകിയതിനെ തുടർന്ന് കോടതി പിന്നീട് വധശിക്ഷ ഒഴിവാക്കി. ലോകമലയാളികൾ ഒന്നടങ്കം കൈകോർത്താണ് 34 കോടി രൂപ ദയാദാനമായി സമാഹരിച്ചത്. കടങ്ങോട് പഞ്ചായത്തിൽ CPI ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നും വീണ്ടും കൂട്ടരാജി. ആദൂർ ബ്രാഞ്ചിൽ നിന്നും 7 പേർ രാജിവെച്ചു. ബ്രാഞ്ച് സെക്രട്ടറി PK ഉണ്ണിരാജ പണിക്കർ, അസിസ്റ്റന്റ് സെക്രട്ടറി രജീഷ്, അംഗങ്ങളായ ശ്രീജിത്ത്, MK രഞ്ജിത്ത്, K ശാരദ, സുജാത എന്നിവരാണ് രാജിവെച്ചത്. പാർട്ടിയിലെ വനിതാ നേതാവിന് നേരെ ലൈംഗിക അതിക്രമം കാണിച്ച മണ്ഡലം കമ്മിറ്റി അംഗം KV ശങ്കരനാരായണനെതിരെ പോലീസ് കേസെടുത്തിട്ടും നടപടിയെടുക്കാൻ ജില്ലാ മണ്ഡലം നേതൃത്വങ്ങൾ തയ്യാറാകുന്നില്ലെന്ന് രാജിവെച്ചവർ ആരോപിച്ചു. സാമ്പത്തിക ക്രമക്കേട് നടത്തിയ നേതാവിനെ സംരക്ഷിക്കുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. ആരോപണ വിധേയരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ OK ശശി, ES മുരളി എന്നിവരെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. കടവല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM മണികണ്ഠൻ, കടങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സത്താർ നീണ്ടൂർ എന്നിവരെ പ്രതികാര നടപടിയുടെ ഭാഗമായി തൽസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെന്നും ആരോപണമുണ്ട്. ഈ വിഷയത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് കടങ്ങോട് മില്ല് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടറി ഉൾപ്പെടെ 11 അംഗങ്ങളും എരുമപ്പെട്ടി ചിറ്റണ്ട ബ്രാഞ്ചിൽ നിന്നും സെക്രട്ടറി ഉൾപ്പെടെ 12 അംഗങ്ങളും രാജിവെച്ചിരുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. എടക്കഴിയൂർ ബീച്ച് പരിസരത്ത് മിനി വാൻ അപകടത്തിൽപ്പെട്ട് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. പുളിക്കൽ വീട്ടിൽ തൻവീറിനാണ് പരിക്കേറ്റത്. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന മിനി വാൻ വിദ്യാർത്ഥിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയതായി പറയുന്നു. ഗുരുതര പരിക്കേറ്റ തൻവീറിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലയാള കവിതയിൽ ആധുനികതയുടെ പ്രകാശം പരത്തിയ കവി സച്ചിദാനന്ദൻ 80ന്റെ നിറവിൽ. കൊടുങ്ങല്ലൂരിൽ ജനിച്ച വിശ്വസാഹിത്യത്തിലേക്ക് പടർന്നുകയറിയ അക്ഷരപ്രതിഭയ്ക്ക് ആശംസകൾ നേരുകയാണ് അനുവാചകർ. 6 പതിറ്റാണ്ടായി മലയാളിയുടെ ജീവിത തീരങ്ങളെ തൊട്ട് അനുസ്യൂതമൊഴുകുകയാണ് സച്ചിദാനന്ദൻ എന്ന സർഗപ്പുഴ. വാക്കുകളുടെ കടലാഴങ്ങളിലേക്ക് ഊളിയിട്ട് സച്ചിദാനന്ദൻ മുങ്ങി നിവരുമ്പോൾ മലയാളിയുടെ കണ്ണീരും കിനാക്കളും പ്രതിഷേധവും പ്രതിരോധവുമെല്ലാം കാവ്യമുത്തുകളായി ചിതറി ആധുനികതയുടെ പവിഴശോഭയോടെ. ഭാഷയുടെ വിന്യാസത്തിൽ ആധുനിക ഭാവുകത്വത്തിന്റെ വഴിവെട്ടിയായിരുന്നു യാത്ര. സ്വന്തം ദേശം, ഭാഷ, ജനത എന്നിവയിലേക്കുള്ള നിരന്തര മടങ്ങിവരവാണ് സച്ചിദാനന്ദന്റെ കവിതയിലെ അടിസ്ഥാന പ്രകൃതികൾ സൃഷ്ടിച്ചത്. പ്രവർത്തന മണ്ഡലങ്ങളിലെ വൈപുല്യത്താൽ എന്നും അദ്ദേഹം അത്ഭുതപ്പെടുത്തും. കവി, കലാനിരൂപകൻ, പത്രാധിപർ, രാഷ്ട്രീയ ചിന്തകൻ, അധ്യാപകൻ, പ്രഭാഷകൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, ഇങ്ങനെ കടന്നുവന്ന എല്ലാ മേഖലകളിലും തന്റെ തെളിഞ്ഞ ചിന്തകളുടെ ഊർജ്ജം അദ്ദേഹം പ്രസരിപ്പിച്ചു. 1946 മെയ് 28-ന് കൊടുങ്ങല്ലൂർ പുല്ലൂറ്റായിരുന്നു ജനനം. കൊടുങ്ങല്ലൂർ KKTM കോളേജ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എന്നിവിടങ്ങളിലെ 25 വർഷം അധ്യാപകനായിരുന്നു. കവിത, ലേഖനം, നാടകം, യാത്രാവിവരണം എന്നീ വിഭാഗങ്ങളിൽ തർജ്ജമകളടക്കം 50ഓളം പുസ്തകങ്ങൾ രചിച്ചു. 5 സൂര്യൻ, എഴുത്തച്ഛൻ എഴുതുമ്പോൾ, സച്ചിദാനന്ദന്റെ കവിതകൾ, വേനൽമഴ, ദേശാടനം, അപൂർണം, കവിബുദ്ധൻ, വിക്ക് തുടങ്ങിയവയാണ് പ്രശസ്ത രചനകൾ. രാജ്യത്തെ പ്രമുഖ സാഹിത്യ പുരസ്കാരങ്ങളെല്ലാം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. എല്ലാ കാലത്തും മതേതരത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് നിതാന്ത ജാഗ്രതയോടെ സമൂഹത്തെ നിരീക്ഷിക്കുകയും പ്രശ്നങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്ന സച്ചിദാനന്ദന്റെ വാക്കുകൾക്കായി പൊതുസമൂഹം എപ്പോഴും ചെവികൂർപ്പിക്കുന്നു. തിരുത്തലിനുള്ള ആഹ്വാനങ്ങൾ പലരെയും പൊള്ളിക്കുമ്പോഴും കാതൽ കനമുള്ള നിരീക്ഷണങ്ങളിലൂടെ സച്ചിദാനന്ദൻ യഥാർത്ഥ ഇടതുപക്ഷം എന്തെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശ്രമമില്ലാതെ കേരളത്തിന്റെ സാംസ്കാരിക ജൈവികതയിൽ നിരന്തരം ഇടപെടുന്ന പ്രിയപ്പെട്ട സച്ചിമാഷ് ഇപ്പോൾ തൃശൂർ വടൂക്കര ഹരിത ഹോംസ് ബോധിയിലാണ് താമസം. ന്യൂസ് ഡെസ്ക്, TCV.
രാസവള വില വർധനവിനെതിരെ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം MM അവറാച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. B ഷിറാസ്, AH അബ്ദുൽ സലാം, E ഉമാലക്ഷ്മി എന്നിവർ സംസാരിച്ചു. 16 വയസ്സിനുള്ളിൽ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ഗായത്രി ഗോപകുമാറിന് പ്രഥമ M കൃഷ്ണൻകുട്ടി യുവപ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചു. 5001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ CR ഇന്ദിരാദേവി സമ്മാനിച്ചു. ലൈബ്രറി പ്രസിഡന്റ് V മുരളി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ബാബു കൃഷ്ണകുമാർ, ലിസി കോര, PN ഗോകുലൻ, കുറ്റിപ്പുഴ രവി, ഡോക്ടർ ജയശ്രീ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ കാർഷിക ആനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായുള്ള അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി പദ്ധതിയിൽ ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ അറിയിക്കുന്നു. ഇല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ മുടങ്ങാൻ സാധ്യതയുണ്ട്. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ നടന്നിരുന്നത്. നിലവിൽ കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയോ രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട്. സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ എന്നിവ ആവശ്യമാണ്. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ID ലഭിക്കും. ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഈ ID നിർബന്ധമായിരിക്കും. കർഷകരുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ ഏകീകൃത ID നമ്പറുമായി ബന്ധിപ്പിക്കും. ഭൂരേഖാ വിവരങ്ങൾ പരിശോധിച്ച ശേഷമാണ് റവന്യൂ വകുപ്പ് കർഷക IDക്ക് അനുമതി നൽകുക. അതിനാൽ വില്ലേജ് ഓഫീസുകളിലെ പരിശോധന പൂർത്തിയായാലേ ID ലഭിക്കൂ. ആധാറും ഭൂമിയുടെ രേഖകളും ഒരിക്കൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ പുതിയ പദ്ധതികൾക്കും ആവർത്തിച്ച് രേഖകൾ സമർപ്പിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനാകുമെന്നതാണ് കർഷക രജിസ്ട്രിയുടെ പ്രത്യേകത. ഇതുവഴി ആനുകൂല്യങ്ങളും സബ്സിഡികളും കൂടുതൽ സുതാര്യമായും വേഗത്തിലും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ലഭ്യമാകും. ഭാവിയിൽ ഡിജിറ്റൽ ക്രോപ്പ് സർവേയുമായി ബന്ധിപ്പിക്കുന്നതോടെ ഇൻഷുറൻസ് ക്ലെയിമുകളും അതിവേഗം ലഭ്യമാക്കാനാകും. ന്യൂസ് ഡെസ്ക് TCV. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിച്ച കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആസ്ഥാന മന്ദിരം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു, കേരള ബാങ്ക് ഭരണസമിതി അംഗം M ബാലാജി, ബാങ്ക് സെക്രട്ടറി C ബീന, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, ജില്ലാ പഞ്ചായത്ത് അംഗം NV പ്രശാന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂർ മഹാത്മാ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമൂഹ രക്തദാന ക്യാമ്പ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രക്തബാങ്ക് മേധാവി ഡോക്ടർ V സജിത് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷനായിരുന്നു. പറപ്പൂർ ഫെറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ അജിൽ മാങ്ങൻ ആദ്യ രക്തദാനം നിർവഹിച്ചു. രക്തദാനം നിർവഹിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി വിതരണം ചെയ്തു. തോളൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ലിസി ഫ്രാൻസിസ്, വാർഡ് അംഗങ്ങളായ ഷീന വിൽസൺ, ഡേവിസ് വടക്കൻ, പ്രധാന അധ്യാപകൻ AV ജോളി, സൈമൺ തരകൻ, ജോർജ് കൂത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. 100ഓളം പേർ രക്തദാനം നടത്തി. തൃശൂരിലെ പ്രമുഖ ലൈവ് ആൻഡ് കരോക്കെ സംഗീത കൂട്ടായ്മയായ രാഗമാലികയുടെ 3ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ കേരള സാഹിത്യ അക്കാദമി MT ഹാളിൽ സംഘടിപ്പിച്ചു. രാഗമാലിക തൃശൂരിന്റെ രക്ഷാധികാരിയും കലാസാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഡോക്ടർ AC ജോസിന്റെ അധ്യക്ഷതയിൽ നടന്ന രാഗമാലികയുടെ 3ാം വാർഷികാഘോഷത്തിൽ തൃശൂർ അതിരൂപത KCBC മദ്യലഹരി വിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ മുഖ്യാതിഥിയായി. രാഗമാലിക പ്രസിഡന്റ് സൈമൺ T പുളിക്കൻ, സെക്രട്ടറി ജയപ്രകാശ് രാഗമാലിക തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഫാദർ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ, ഡോക്ടർ AC ജോസ്, ഗായകൻ തൃശൂർ റാഫി എന്നിവരെ ആദരിച്ചു. തുടർന്ന് രാഗമാലിക സംഗീത കൂട്ടായ്മ അംഗങ്ങൾ രചനയും സംഗീതവും നിർവഹിച്ച് ആലപിച്ച അവതരണ ഗാനം അരങ്ങേറി. മാനവഗീതം ചെറുമഴയായി പെയ്തിറങ്ങുമ്പോൾ മാനസവ്യതകൾ മഞ്ഞുകണം പോലലിഞ്ഞു പോകുന്നു.
തുടർന്ന് രാഗമാലിക അംഗങ്ങൾ അവതരിപ്പിച്ച സംഗീത നിശ ആസ്വാദകർക്ക് മനോഹരമായ സംഗീതാനുഭവമായി. കൈകൊടന്ന് നിറയെ ഇരുമധുരം തരും കുറുനിളം തൂവൽ കിളിപ്പാട്ടുമാ ഇതളർന്ന വഴികൾ നീളെ വിളയും വസന്തം പൂക്കൾ ചൂടി നിലാവ് പോലിവൾ വന്നു ദേവകന്യക സൂര്യതം ഒരു നീട്ടുന്നു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,305 രൂപ, പവന് 1,14,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് കടന്ന ED. കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ഉടൻ ED സമൻസ് അയക്കും. ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടി. പിണറായി വിജയനും മകൾക്കുമെതിരെയുള്ള ED അന്വേഷണം കലാപമുണ്ടാക്കി അട്ടിമറിക്കാൻ നോക്കേണ്ടെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. പിണറായി വിജയനെ കുടുക്കാൻ CPM-ഉം DYFI-യും നടത്തിയ ആസൂത്രിത നാടകമാണ് EDക്ക് നേരെയുള്ള ആക്രമണമെന്ന് നടൻ ദേവൻ. തൃശൂർ അമല ആശുപത്രിയിലേക്ക് നഴ്സുമാരുടെ മാർച്ച്. ശമ്പള വർധന ആവശ്യപ്പെട്ട് UNA-യുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്ന നഴ്സുമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് മാർച്ച് നടത്തിയത്. ത്യാഗസ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരങ്ങൾ ഒത്തുചേർന്നു. തൃശൂർ അമല നഗറിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.